ഇവൻ എന്റെ മരുമോനല്ലേ അമ്മ, അതിന്റെ ഗുണം കാണിക്കാതിരിക്കുവോ? ഇവൻ നിന്റെ മരുമകനായിരിക്കാം, പക്ഷേ ഇവന്റെ ഉള്ളിലെ ചൂരും ചൂടും പകയും അണയാത്ത ആവേശവും ഇവന്റെ മുത്തച്ഛൻ്റെതാ. ആ ഗുണം നിനക്ക് പോലും കിട്ടിയിട്ടില്ല. ശ്രേയുടെ കാര്യം അമ്മാവും എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ, അത് ഞാൻ സ്റ്റഡി ചെയ്തപ്പോ നമ്മുടെ അതേ ആഗ്രഹത്തിൽ ജീവിക്കുന്ന ആളാണ് ശ്രേയ. വർക്കാവും തോന്നി, അത് ഫലം കാണുകയും ചെയ്തു. മതി, ഇത്രയും മതി. വലിയ കാരണവരുടെ വേഷവും കെട്ടി തലയെടുപ്പോട് നിന്നിരുന്ന ബാലചന്ദ്രൻ സ്വന്തം മരുമകളുടെ മുന്നിൽ നിന്ന് മാപ്പ് അപേക്ഷിക്കുന്ന ദൃശ്യം തൽക്കാലം എന്റെ മനസ്സു കുളിർപ്പിക്കാൻ അത്രയും മതിയടാ. ഈ ഒരൊറ്റ സംഭവം ഇവിടെ പലരുടെയും മനസ്സിൽ മുനയൊടിയാത്ത മുള്ളായി അവശേഷിക്കും. നമ്മുടെ ചെറിയ ചെറിയ ഇടപെടലുകളിൽ ആ വളമിടൽ കൂടിയായാൽ തൃക്കണ്ണൂർ മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവം വരെ ആയിരപ്പറ വീട് പുകഞ്ഞുകൊണ്ടേയിരിക്കും. നീ കൊളുത്തിവെച്ച അഗ്നി കെടില്ല. ഒടുവിൽ ഉത്സവത്തിന് കൊടിയേറും മുമ്പേ ബാലചന്ദ്രൻ മരണത്തിന് കീഴടങ്ങും. പിന്നെ ആ ഉത്സവം നമ്മൾ നിന്ന് നടത്തും. അന്നെന്റെ വ്രതം മുറിച്ച് ഞാൻ ആ അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് തിരുവാഭരണ വിഭൂഷിതയായ ഭദ്രകാളിയെ നോക്കി തൊഴുതു പറയും, ഇതെന്റെ കൊച്ചുമോൻ അവന്റെ മുത്തശ്ശന് വേണ്ടി ചെയ്ത സത്കർമ്മമാണെന്ന്. ഇനി അങ്ങോട്ട് ഈ മുത്തശ്ശി ഒന്ന് പിന്നിലേക്ക് മാറുക. നീ വേണം മുന്നിൽ നിൽക്കാൻ, മുന്നിൽ നിന്ന് ഈ യുദ്ധം നയിക്കാൻ. ജയിക്കണം നമുക്ക്. ജയിക്കണം, ജയിക്കണം, ജയിച്ച് കാണിക്കണം. ജയിച്ചേ പറ്റൂ. എന്റെ ആ ഒരു വാക്കാണ് എല്ലാ പ്രശ്നത്തിനും കാരണമായത്. ശ്രേയ അരവിന്ദനും കൂടി പാമ്പി വന്നെന്ന് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നീ എന്തിനാ ഗോവിന്ദൻ സങ്കടപ്പെടുന്നത്? ഉള്ള കാര്യമല്ലേ നീ പറഞ്ഞത്. ശ്രേയ അരവിന്ദും ഒരു കാലവുമില്ലാതെ ഫാമിൽ വന്നിരുന്നു, അത് നീ എന്നോട് പറഞ്ഞു. അതിലിപ്പോ എന്താ തെറ്റ്? പക്വതയില്ലായ്മ കാണിച്ചത് ഞാനാ. ശ്രേയ പറഞ്ഞതുപോലെ ഒരു അധ്യാപകന്റെ ക്വാളിറ്റി പോലും ഞാൻ കാണിച്ചില്ല. എടുത്തു ചാടി. സത്യം പറഞ്ഞ പശുക്കൾ ഓരോന്നോരോന്നായി വീണു എന്ന് അറിഞ്ഞപ്പോ മനസ്സൊന്ന് പതറിപ്പോയി. തെറ്റ് എന്റെ ഭാഗത്താ, ഞാനത് സമ്മതിച്ചല്ലോ. അതിലെനിക്ക് ഒരു വിഷമവുമില്ല, അത് വിട്ടേക്ക്. ആ മോളെ, കുടംപുളിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയാൽ നോക്കിയേ. ഇപ്പൊ നല്ല വിലയുണ്ട്. പറ്റിയാൽ നാളെ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. ഓണൊക്കെ വരികയല്ലേ. ആ ഗോവിന്ദ, ആ പടവലത്തിന്റെ കാര്യം എന്തായി? അവരൊന്ന് നോക്കിയിരുന്നോ? വില വല്ലതും പറഞ്ഞോ? ഇനിയിപ്പോ വലിയ കടുംപിടുത്തൊന്നും വേണ്ട. ഹോൾസെയിൽ വിലയിൽ നിന്ന് ഒരല്പം താഴ്ത്തിയായാലും അങ്ങ് കൊടുത്തേക്ക്. പിന്നെ അടുത്ത തവണ ആ മത്തന്റെ ഇനം ഒന്ന് മാറ്റണം. മത്തന്റെ കായ നീ ശ്രദ്ധിച്ചില്ലേ? ഒട്ടും സൈസില്ല, കളറും പോരാ. മത്തൻ എന്നൊക്കെ പറയുമ്പോ കാണുമ്പോ തന്നെ അതിനൊരു ഭംഗി വേണം, അല്ല മോളെ? അല്ല, ഗോപി പറമ്പിൽ നിൽക്കല്ലേ? യോ, സമയത്രയോ? ആ ഏത്തൻ നോക്കാനായിട്ട് നാസർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാ ഗോവിന്ദ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ബാലമാമ, എന്താ മോളെ? ബാലമാമൻ എന്തിനാ ക്ഷമ പറയാൻ പോയെ? ഞാനായാലും ശ്രേയായാലും ഈ വീട്ടിലെ മരുമക്കളാ. അല്ലെങ്കിൽ തന്നെ ശ്രേയ അല്ലാതെ ചെയ്തെന്ന് തെളിയിക്കപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ. ബാലിനെ എല്ലാരും മുമ്പിൽ വെച്ചൊന്ന് അപമാനിക്കണമായിരുന്നു ശ്രേയക്ക്. അതിനുള്ള അവസരം കിട്ടിയപ്പോ നന്നായിട്ട് അങ്ങ് മുതലെടുത്തു. വേണ്ടായിരുന്നു. എന്റെ ബാലമാമ ഒരാളുടെ മുന്നിലും തലകുനിച്ച് നിൽക്കുന്നത് എനിക്കിഷ്ടല്ല. അത് ശരിയായ ചിന്തയല്ല മോളെ. ശ്രേയ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞോന്ന് നീ ചോദിച്ചില്ലേ? അവിടെ മറ്റൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അവൾ തെറ്റ് ചെയ്തു എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ എന്താ തെളിവ്? ഗോവിന്ദൻ ഫാമിൽ വെച്ച് അവളെ കണ്ടു.
ശ്രേയയ്ക്ക് വരവൊന്നിനും കൂടി അവകാശപ്പെട്ട ഫാമല്ലേ അത്? അപ്പൊ അവർക്ക് അവിടെ വരാനുള്ള അവകാശമില്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്തിനാ പശുക്കൾക്ക് വിഷം കൊടുത്തു എന്നുള്ള കുറ്റം ശ്രേയയുടെ മുകളിൽ ആരോപിച്ചത്? തെറ്റല്ലേ അത്? അവര് ചോദിച്ചതുപോലെ പരമേശ്വരൻ അവിടെ വന്നിരുന്നു, എന്തുകൊണ്ട് സംശയിച്ചില്ല? അതും പോട്ടെ, PWD ഓഫീസ് എന്ന് പറയുന്നത് ഒരു പൊതു ഇടമല്ലേ? ശ്രേയയ്ക്ക് അവിടെ ഒരു നിലയും വിലയും ഉണ്ട്. ഞാനത് ചിന്തിക്കണമായിരുന്നു. പെശക പറ്റിയത് എനിക്കാ. തെറ്റ് പറ്റിയാലേ ഏറ്റു പറയണം. അതിലൊരു കുറച്ചിലും ഇല്ല, സങ്കടവും ഇല്ല.